അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് വീണ്ടും ബാക്കി ഫിഖഹിലെ 14, 13, 12, 11, 10 ഈ പാഠങ്ങൾ നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലായിട്ട് തീർക്കുന്നതായിരിക്കും. നമുക്കിനി 14ാമത്തെ പാഠത്തിൽ കടക്കാം. നമ്മൾ ബാക്കി പറഞ്ഞു കേട്ടോ. 15ാം പാഠം പറഞ്ഞു കഴിഞ്ഞു. ഇനി 14ാം പാഠം. ഇത് നിസ്കാരത്തിലെ ഫർളിലെ 7, 8, 9 ഫർളുകളാണ് നമ്മൾ ഈ പാഠത്തിൽ പറയുന്നത് കേട്ടോ. ഈ പാഠത്തിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ സുജൂദിൽ നിലത്ത് വെക്കൽ എന്ന് വെച്ചാൽ സുജൂദിൽ നിലത്ത് നമ്മളിങ്ങനെ കുനിയില്ലേ, അങ്ങനെ നിലത്ത് വെക്കൽ നിർബന്ധം വാജിബായ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡി പാർട്സ് ഏതാണ്? അതിൽ നമുക്ക് പറയാം കേട്ടോ. 2 കാൽമുട്ടുകൾ, 2 കാലിന്റെ മുട്ടുകൾ, കാൽമുട്ടുകൾ, 2 കൈ മുൻകൈയുടെ പള്ള, ഇതാണ് കേട്ടോ പള്ള, 2 കാൽ വിരലുകൾ, പള്ള, ഇവ നിലത്ത് വെക്കൽ എന്ന് വെച്ചാൽ കാലിന്റെ അടിഭാഗം ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ വെക്കൽ. അടുത്തത് സുജൂദിലേക്ക് കുനിയൽ, മറ്റു ആവശ്യത്തിനല്ലാതിരിക്കുക. സുജൂദിലേക്ക് കുനിയാൽ വേറെ ആവശ്യത്തിനാവാണ്ടിരിക്കുക. നെറ്റിയിൽ മറയില്ലാതിരിക്കുക. നമ്മൾ നെറ്റി ഇങ്ങനെ വെക്കാൻ പാടില്ല, അപ്പൊ മറയുണ്ടാവും. നമ്മൾ മുടിയൊക്കെ ഒതുക്കി ഇങ്ങനെ ഇവിടെ നെറ്റിന്റെ ഭാഗം എല്ലാം കാണുന്ന പോലെ ഇങ്ങനെ മുട്ടുന്ന രീതിയിൽ വെക്കുക. തലയുടെ ഭാരം നിലത്ത് ഊന്നുക. തലയുടെ ഭാരം എല്ലാം നമ്മൾ സുജൂദിൽ വെക്കുമ്പോൾ തലയിലോട്ടെല്ലാം ഇതും തലയുടെ ഭാരങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് തലയിലേക്ക് ചന്തി ഉയർത്തുക. നമ്മൾ ബാക്ക് ഭാഗം നമ്മൾ തലയേക്കാൾ നമ്മളെ ബാക്ക് ഭാഗം പൊക്കുക. നമ്മൾ തല എവിടെയാണെങ്കിൽ ബാക്ക് ഭാഗം ഇത്രയും ഹൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കറക്റ്റ് ലെവലിലായിട്ട് വെക്കുക. 7 അവയവങ്ങളും ഒരേ സമയത്ത് നിലത്ത് ഉണ്ടായിരിക്കുക എന്നിവ നിർബന്ധമാണ്. അപ്പൊ സുജൂദ് അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോകുമ്പോ എല്ലാ ഭാഗവും ഒരുമിച്ച് സുജൂദിൽ പോകാൻ ശ്രദ്ധിക്കുക. അതെല്ലാം നിർബന്ധമാണ്. അടുത്ത ചോദ്യം, സുജൂദിൽ സുന്നത്തായവ എന്ത്? മൂക്ക് സുന്നത്താണ്, വാജിബല്ല. വാജിബ് നേരത്തെ പറഞ്ഞു. സുന്നത്ത് വെച്ചാ കുഴപ്പമില്ല, കൂലി ഉണ്ടാവും, അങ്ങനത്തെ കാര്യം. വെച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷയോ അങ്ങനത്തെ ഇല്ലാത്തതിന് സുന്നത്ത് എന്ന് പറയാം. അപ്പൊ അതിലൊന്ന് മൂക്ക് നിലത്ത് വെക്കുക, മൂക്ക് മുട്ടിക്കുക. മുൻകൈ ചുമലിന്റെ നേരെ വിരലുകൾ നിവർത്തി കിബിലയിലേക്ക് മുന്നിടിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ഈ 2 മുൻകൈ ചുമലിന്റെ നേരെ വിരലുകൾ നിവർത്തി എല്ലാതും വേറെ വേറെ നിവർത്തിയിട്ട് ഈ വിരലുകളുടെ ഭാഗം കിബിലയിലേക്ക് മുന്നിടിച്ചു വെക്കുക. അപ്പൊ ഇതിപ്പോ എന്റെ മുന്നിലുള്ളത് നിങ്ങൾ ഇപ്പോ എന്റെ കിബിലെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്റെ ചുമലിന്റെ അവിടെ കൈ വെച്ചിട്ട് എന്റെ വിരലുകൾ കിബിലയിലേക്ക് പോകുന്നു. അങ്ങനെ ഇനി അടുത്തത്, ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കൽ എവിടെയല്ല? അവസാനത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് സുന്നത്ത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതു കാലിൽ നമ്മൾ ഇരിക്കുകയും വലത് കാൽ നിലത്ത് ഫ്രീ ആയിട്ട് വെക്കുകയും ചെയ്യുക. പറയുമ്പോൾ നമ്മൾ ഇടത് കാലില്, ഇതിപ്പോ ഇടത് കാലാണെങ്കിൽ ഇടത് കാലിൽ നമ്മൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇടത് കാലില് നമ്മളിവിടെ ഇതാണ് ഇടത് കാലെന്ന് വിചാരിച്ചോട്ടോ, ഇതാണ് എന്റെ ഇടത് കാല്, ഇങ്ങനെ ചെരിച്ചു വെക്കണം. എന്നിട്ട് ഇത് നമ്മളെ കാലാണെങ്കിൽ കാലിവിടെ മുട്ടിച്ച് അടുത്ത കാല് ഇങ്ങനെ നേരെ അത് ഫ്രീ ആയിട്ട് വിട്ടു വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കുക. ഇനി അടുത്തത്, ഇടയിലെ ഇരുത്തത്തിൽ കൈ എവിടെ എങ്ങനെ വെക്കണം? കൈ വിരലുകൾ പരത്തി സ്പ്രെഡാക്കി കാൽമുട്ടോട് അടുത്തു തുടയിൽ വെക്കുക എന്ന് പറയുമ്പോ കാൽമുട്ടോട് തുടയിൽ അടുത്ത് ഇങ്ങനെ തന്നെ, ഇതിപ്പോ തുടയെന്ന് വിചാരിച്ചു, അപ്പൊ ഇങ്ങനെ കാൽമുട്ടോട് കൂടി തുടയിൽ ഇങ്ങനെ സ്പ്രെഡാക്കി ഇങ്ങനെ വെക്കുക കേട്ടോ. അടുത്തത്, അടങ്ങി താമസിക്കണം എന്ന് വെച്ചാൽ തുമനീനത്ത് എവിടെയല്ല? റുക്കൂല് കറക്റ്റ് ലെവലില് 2-3 സെക്കൻഡ് നിൽക്കണം.
ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് നിൽക്കണം. രണ്ട് പ്രാവശ്യം സുജൂദ് ചെയ്യുന്നു. ഇടയിലെ ഇരുത്തം ഇവയിൽ ചലനങ്ങൾ അടങ്ങൽ. ഇടയിലെ ഇരുത്തം എന്ന് പറയുമ്പോൾ അത്തഹിയാത്തിന് ഇരിക്കില്ലേ, അതാണ് ഇടയിലെ ഇരുത്തം. അവിടെ ചലനങ്ങൾ ഇങ്ങനെ വേറെ നീക്കുമ്പോൾ അങ്ങനെ ഒന്നും പാടില്ല. അപ്പൊ നമ്മളിപ്പോ 17 മുതൽ 14 വരെ കഴിഞ്ഞു. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 13-ാം പാഠം റുക്കൂ. ഫർളുകളായ 5, 6 പാഠങ്ങൾ. ഫസ്റ്റത്തെ ചോദ്യം, റുക്കൂ എന്നാൽ എന്ത്? പാഠത്തിൽ മെയിനായി പഠിക്കുന്നത് റുക്കൂ എന്നാൽ എന്താണെന്ന്. റുക്കൂ 2 ഉള്ളൻ കൈ 2 മുട്ടിൻ കാലിൽ എത്തുന്ന നിലക്ക് കുനിയലാണ് റുക്കൂ എന്ന് പറയുമ്പോ 2 ഉള്ളൻ കൈ 2 മുട്ടിൻ കാലാട്ടോ. ഇതാണ് എന്റെ മുട്ടിൻ കാല്. നിലക്ക് കുനിയൽ, നല്ല സ്ട്രെയിറ്റ്, ഇവിടെ ബെൻഡ് ആവാണ്ട് സ്ട്രെയിറ്റ് കുനിയൽ എന്നതാണ് റുക്കൂ. അടുത്തത് എഴുത്തിതാൽ എന്നാൽ എന്ത്? അടുത്ത പറഞ്ഞതാണ് കേട്ടോ. റുക്കൂവിന്റെ മുമ്പ് അവരുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് റുക്കൂ. നമ്മൾ അതിങ്ങനെ നിൽക്കായിരിക്കും. ഇപ്പൊ സൂറത്തൊക്കെ ഓതി കഴിഞ്ഞിട്ട് റുക്കൂലോട്ട് പോയി, പിന്നെ സമയമോ വന്ന് നേരെ നിൽക്കും. അതിനാണ് എഴുത്തിതാൽ എന്ന് പറയുക. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. റുക്കൂവിന്റെ മുമ്പ് നമ്മൾ ഇങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞ് നിൽക്കായിരിക്കും. റുക്കൂവിന്റെ മുമ്പ് അവരുണ്ടായിരുന്ന അതേ സ്ഥാനത്തിലോട്ട് തിരിച്ചു വരികയാണ് എഴുത്തിതാൽ എന്ന് പറയുന്നത്. അടുത്തത് റുക്കൂയിൽ എന്ത് ചൊല്ലണം? എല്ലാവർക്കും അറിയാം, സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി. എഴുത്തിതാലിൽ എന്ത് ചൊല്ലണം? സമീഅല്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് റുക്കൂയിൽ എഴുന്നേറ്റ് വരുമ്പോൾ സമീഅല്ലാഹ് പറഞ്ഞിട്ട് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാശിയത മിൻ ഷൈഇൻ ബഅദ്. അടുത്തത് ഖുനൂത്ത് ഓതണം എപ്പോൾ? സുബ്ഹ നിസ്കാരത്തിലും റമദാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴൊക്കെ ഖുനൂത്ത് ഓതേണ്ടത്. സുബ്ഹ നിസ്കാരത്തിലും റമദാൻ അവസാന പകുതിയിൽ വിത്രിന്റെ അവസാനത്തെ എഴുത്തിതാലിലും ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. അടുത്ത ചോദ്യം, ഖുനൂത്തിന്റെ തെളിവ് എന്ത്? 6ാമത്തെ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലെ വിട്ടുപിരിയുന്നത് എന്ന് പറയുമ്പോൾ വഫാത്താവുന്ന വരെ സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് കേട്ടോ. തക്ബീറുകളെ നീട്ടണം ഏത് വരെ? റുക്കൂയിൽ നിന്നുള്ള ഉയർച്ച എല്ലാ പോക്കുവരവുകളിലും തക്ബീർ ചൊല്ലലും പോകുന്നതിലേക്ക് എത്തും വരെ. നമ്മളിപ്പോ സമയങ്ങള പറഞ്ഞു, എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോ അല്ലാഹു, അപ്പൊ അത്ര നീട്ടി നമ്മൾ എത്തുന്ന വരെ നീട്ടി പറയുക. ഇപ്പൊ നമ്മ റുക്കൂ പാഠവും കഴിഞ്ഞു. ഇനി അടുത്ത പാഠം 11-ാം പാഠം ഖിറാഅത്തുൽ ഫാത്തിഹ. ഇത് 4 മാത്രമാണ് ഈ പാഠത്തിൽ പറയാനുള്ള. കുറെ വിശദീകരിക്കാനുണ്ട്, അപ്പൊ നമുക്ക് പറയാട്ടോ. ഫസ്റ്റ് ചോദ്യം, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം ആര്? മസ്മൂക്ക് അല്ലാത്ത എല്ലാവരും ഫാത്തിഹ ഓതണം. അടുത്ത ചോദ്യം, ഫാത്തിഹയിൽ എന്തെല്ലാം സൂക്ഷിക്കണം?